വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് തിങ്കളാഴ്ച മാത്സ് ആണ് എക്സാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ദെൻ എന്താ, തന്നിരിക്കുന്ന ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 6 ആക്ടിവിറ്റീസിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്. ഇനി നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1. 101 into 102 is equal to 1s, 10s, 100,000, 1s, 10s, 100,000, 10,000. 10,302. അങ്ങനെയാണെങ്കിൽ അനലൈസ് ദ ഓപ്പറേഷൻ ഗിവൺ ബിലോ. കുറച്ച് തന്നിട്ടുണ്ട്, എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ ഓപ്പറേഷൻസ് ഹാവിങ് ദ സെയിം പ്രോഡക്റ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്പറേഷനിൽ സെയിം പ്രൊഡക്റ്റ് ഏതിനൊക്കെയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 101 ഇൻറ്റു 102 എന്ന് പറയുന്നത് എത്രയാണ്? 1030 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ നോക്കി നോക്കാം. 1.01 ഇൻറ്റു 10.2 എത്രയായിരിക്കും? ഇതിന്റെ ആൻസർ 101 102 ആണ്. പോയിന്റ് മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എന്താണ്? ഇതൊക്കെ സെയിം ആണ്. 101 ഇൻറ്റു 102 തന്നെയാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും ആൻസർ എത്രയായിരിക്കും? ഈ തന്നിരിക്കുന്ന 10,302 ആയിരിക്കും. കാരണം എന്താ? എല്ലാത്തിന്റെ ഡിജിറ്റും സെയിം ആണ്. ഇനി നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഇവിടെ പോയിന്റ് എവിടെയാണോ ഇടേണ്ടത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ആദ്യത്തേല് കൂട്ടുകാർ നോക്കി നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേല് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ്, അപ്പൊ ഇവിടെ 1 വന്ന്, ഇനി ഇവിടെ ആണെങ്കിലോ 1 2, ഇവിടെ 2 സ്പേസ് കഴിഞ്ഞിട്ട്, അപ്പൊ ഇവിടെ 2 വന്ന്, അപ്പൊ 2 + 1 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതില് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞ് പറയുമ്പോ 1 ഇവിടെ, 2 ഇവിടെ, 3. അപ്പൊ നമ്മുടെ പോയിന്റ് ഇടേണ്ടത് ഇവിടെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ പോയിന്റ് ഇടാൻ. ഇനി അടുത്തേൽ നോക്കൂ, 1 ഇവിടെ ഉണ്ട്, 2 3 4. എത്രയാണ്? 4 സ്പേസ് കഴിഞ്ഞ് 4 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിൽ നമ്മൾ പോയിന്റ് ഇടേണ്ടത്. അപ്പൊ 1 2 3 4. എവിടെ നമ്മൾ പോയിന്റ് ഇടേണ്ടത്? 4 വരുന്ന ഇവിടെ. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നോക്കൂ, 1 ഇവിടെ, then 2 ഇവിടെ, 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ 1 2. ഇവിടെ എത്രയാണ്? 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പൊ 1 2 നമ്മൾ പോയിന്റ് ഇവിടെ ഇടണം. ഓക്കെ, ഇനി അടുത്തതിലാണെങ്കിലോ ഇവിടെ ഒന്നുമില്ല, ഇവിടെ 1 2 3. ഇവിടെ 3 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ 0 + 3 3 തന്നെയാണ്. അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടും. അപ്പൊ 1 2 3 ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇതിലാണെങ്കിൽ കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇവിടെ 1 2 3, ഇവിടെ 4 5. അപ്പൊ 5 ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടുക. 1 2 3 4 5. അപ്പൊ പോയിന്റ് എവിടെ ഇടേണ്ടത്? ഇവിടെയാണ് പോയിന്റ് ഇടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താ? വിച്ച് ആർ ദ ഓപ്പറേഷൻസ് ഹാവിങ് ദ സെയിം പ്രോഡക്റ്റ്. തന്നിരിക്കുന്ന പ്രോഡക്റ്റിൽ സെയിം പ്രോഡക്റ്റ് വരുന്നത് ഏതാണ്? സെയിം പ്രോഡക്റ്റ് വരുന്നത് ഏതാണ്? എക്കും അതുപോലെ ഡിക്കുമാണ്. 10.302. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് ഡി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ, എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ഇൻറ്റു ചെയ്യണ്ട,
സെയിം ഡിജിറ്റ് ആണ്, പോയിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ്, അതേ സെയിം സംഖ്യ ഈ തന്നിരിക്കുന്ന ഡിജിറ്റ് തന്നെയായിരിക്കും ആൻസർ വരിക. പോയിന്റ് ഇങ്ങനെ നോക്കിയിട്ട് എവിടെയെന്ന് വെച്ചാൽ ഇട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ദ ലാർജസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ദ ലീസ്റ്റ് പ്രോഡക്റ്റ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ലാർജ് പ്രോഡക്റ്റ് ഏതാണ്, ലീസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ്? അപ്പൊ ലാർജസ്റ്റ് ഏതാ? തന്നിരിക്കുന്നതിൽ ലാർജസ്റ്റ് ഏറ്റവും വലുത് എന്ന് പറയുന്നതിൽ ഇതിൽ ഏതാണ്? 10.302 1.103 ഉണ്ട്, 103 ഉണ്ട്. അപ്പൊ ഏതാണ് ഏറ്റവും വലുത്? 103 ആണ് ഏറ്റവും വലുത്. അപ്പൊ ലാർജസ്റ്റ് എന്ന് പറയുന്നത് സി ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ ലീസ്റ്റ്, സ്മോളസ്റ്റ് ഏതായിരിക്കും? സ്മോളസ്റ്റ് ഏതായിരിക്കും? 103 ലാർജസ്റ്റ് ആണ് കിട്ടി. സ്മോളസ്റ്റ് ഏതാ ഇതില്? 0.1. അപ്പൊ ഇതാണ് സ്മോളസ്റ്റ്. ഈ ലീസ്റ്റ് എന്ന് പറയുന്നത് ഇ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ 101 is multiplied by a particular number, we get 1s, 10s, 100, 1000. 1030. Find the number from the following. അതായത് ഒരു നമ്പർ വെൻ 101 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ ഏതോ ഒരു പെർട്ടിക്കുലർ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 1030 ചെറുതാക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്, 30.2 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഈ നമ്പർ? ഏതായിരിക്കും ആ ഇൻഡു ചെയ്ത നമ്പർ? അപ്പൊ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ വാല്യൂനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, എക്സ് നമ്മൾ അവിടെ ഇട്ടു, ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ ഇവിടെ ഇൻഡു ആയി കിടക്കുന്നത് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പൊ ഡിവൈഡ് ആവുമ്പോൾ ഡിവൈഡഡ് ബൈ 101 എന്ന് വരും. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 10.2. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നിർത്തി പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് ബോക്സിൽ ചോദിക്കുക. ദെൻ ആക്ടിവിറ്റി 2 നോക്കി നോക്കാം. ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ഹാവിംഗ് പെരിമീറ്റർ 40 സെന്റിമീറ്റർ. അപ്പൊ എന്താണ്? ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ആ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ റേഷ്യോ, അവരുടെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, സൈഡ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ ഈസ് ഈക്വൽ ടു 1:3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ? അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ സൈഡ്സിന്റെ റേഷ്യോ 1:3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് സൈഡ്സ് നമുക്ക് എന്തെടുക്കാം? എക്സ് ആയിട്ട്, അതായത് ഈ റേഷ്യോന്റെ അടിസ്ഥാനത്തിൽ ബേസിൽ നമുക്ക് എടുക്കാം. സൈഡ്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കാം. ഒരെണ്ണത്തിന് എക്സ് എന്നും മറ്റേതിന് നമുക്ക് എന്തെടുക്കാം? 3x എന്നും എടുക്കാം. ഇവിടെ x എന്ന് പറഞ്ഞാൽ 1x ആണ്, 1 പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ x എന്നും 3x എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് 40 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം. സൈഡ് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ P ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. ഇവിടെ 2 അങ്ങനെ ഇട്ടു. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, നമ്മൾ സൈഡ് എടുത്തത് x എന്നും 3x എന്നാണ്. അപ്പൊ നമുക്ക് x പ്ലസ് 3x എന്നെടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ. ഇവിടെ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ എത്രയാണ്? 40 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഇട്ട് കൊടുത്തു. ഇനി 2 ഇൻറ്റു എക്സ് 2x പ്ലസ് ഇത് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ 3 ഇൻറ്റു 2 6x വിച്ച് ഈസ് ഈക്വൽ ടു 40. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
2x plus 6x എന്ന് പറഞ്ഞാൽ എന്താ 8x ആണ് 40 which is equal to xന്റെ വാല്യൂ 40 divided by 8 ആണ് അല്ലേ therefore x is equal to 5 അപ്പൊ നമുക്ക് ഈ x എന്ന് പറഞ്ഞാൽ എന്താ ഒരു സൈഡാണ് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നോക്ക് സൈഡിന്റെ therefore sides എന്തായിരിക്കും sides is equal to x and 3x ആണ് xന് പകരം നമുക്ക് കിട്ടി 5 ആണ് 5 and പിന്നെന്താ 3 into 5 അതായത് 5 സെന്റിമീറ്ററും 50 സെന്റിമീറ്ററും ആണ് എന്ത് നമ്മുടെ sides of the rectangle എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി രണ്ട് സൈഡ്സ് കിട്ടി സോ ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം therefore area is equal to L into B which is equal to 5 into 15 which is equal to ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും 75 സെന്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കൂട്ടുകാരെന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക ഓക്കെ അല്ലേ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ what is the ratio of the area of the what is the ratio of the area of this rectangle and the area of the square with the same perimeter അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റേഷ്യോ കണ്ടുപിടിക്കാനാണ് അതായത് ഏരിയ ഓഫ് ഒരു റെക്റ്റാങ്കിളും ഉണ്ട് ഒരു സ്ക്വയറും ഉണ്ട് അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ സെയിം ആണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കിതൊന്ന് റബ്ബ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഇവിടെ എന്താ പറയുന്നത് പെരിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന സെയിം ആണ് സെയിം പെരിമീറ്റർ ആണ് എന്തിന് സ്ക്വയറിനും റെക്റ്റാങ്കിളിനും സെയിം പെരിമീറ്റർ ആണ് അതായത് നമുക്ക് എഴുതാം പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ ഇനി നമുക്ക് റെക്റ്റാങ്കിളിന്റെ കാര്യം ഫസ്റ്റ് റെക്റ്റാങ്കിളിന്റെ കാര്യം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം റെക്റ്റാങ്കിളിന്റെ എന്താ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 1:3 ആണ് സോ sides ratio is equal to 1:3 ആണ് ഇനി sides എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് sides എന്ന് പറയുന്നത് എത്രയാണ് 5ഉം പിന്നെ എത്രയാണ് 15 ആണ് 5 സെന്റിമീറ്ററും 50 സെന്റിമീറ്ററും ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും L into B ആണ് അതായത് 5 into 15 75 സെന്റിമീറ്റർ സ്ക്വയർ ഇതൊക്കെ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ് എന്നാലും നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കണം അപ്പൊ സ്ക്വയർ ആണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ് സോ ഇനി നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം സ്ക്വയറിന്റെ കേസ് വരുമ്പോൾ എങ്ങനെ സ്ക്വയറിന്റെ സൈഡ്സ് പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാ 40 സെന്റിമീറ്റർ ആണ് ഓക്കെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഈ അളവും ഈ അളവും ഈ അളവും ഈ അളവും കൂടി കൂട്ടിയിട്ടുള്ളതാണ് 40 സെന്റിമീറ്റർ ഒരു സ്ക്വയറിന്റെ എന്താ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ 40നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് കിട്ടും 10 സെന്റിമീറ്റർ അപ്പൊ ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി സ്ക്വയർ എത്രയായിരിക്കും L into B which is equal to 10 into 10
100 centimeter square. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടി, സ്ക്വയറിൻ്റെ ഏരിയ കിട്ടി. Therefore നമ്മൾ എന്ത് ചെയ്താൽ മതി? റേഷ്യോ ഓഫ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 75:100 ആയിരിക്കും. എന്താണ്? 75:100 ആയിരിക്കും. ഇതിന് നമുക്ക് എങ്ങനെയും കൂടി എഴുതാം? 3:4 ആയിരിക്കും. അപ്പൊ ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Which of the following measurement shows the length and breadth in the ratio 3:2? അപ്പൊ ഇതിലേതാണ് ലെങ്ത്തും ബ്രെഡ്ത്തും 3:2 റേഷ്യോയിൽ കാണുന്നത്? അപ്പൊ ഇതെന്താ? ലെങ്ത് 3 മീറ്ററും ബ്രെഡ്ത്ത് 1/2 മീറ്ററും. അതായത് 3:1.5 ആണ് ഇത് വരിക. 3:1.5. ഇനി അടുത്തതാ 75:25. ഇനി അടുത്തതാണെങ്കിൽ 2:1.5 വരും. ഇതാണെങ്കിലോ 6:4 എന്ന് വരും. ഓക്കെ, ഇതിൽ നോക്കൂ. ഇതിൽ ഈ 3:2 ആക്കാൻ പറ്റിയത് ഇതിലേതാണ്? ഇതിന് നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3:2 കിട്ടും. സോ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 എന്താ? Identify similar operations in the second column that match those in the first column. അപ്പോൾ എന്താന്ന് വെച്ചാൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ABCD. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. അതായത് 125 -75 -25 അങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് സെയിം വരുന്നത് എന്താ വരച്ച് യോജിപ്പിക്കുക. ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് നമ്മൾ ഓരോന്നിൻ്റെയും ആൻസർ പറഞ്ഞു പോകുന്നില്ല. ഇതെന്ത് ചെയ്താൽ മതി? ഇപ്പം ഇത് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ നമ്മൾ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 125 - 75 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. ആ 50 വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പുറത്തുള്ള 25 മൈനസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25. അങ്ങനെ കിട്ടിയില്ലേ? ഇനി നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക? ഇതും 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 ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആൻസർ എഴുതി വെക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇപ്പം ഇതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 75 - 25 ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് ആദ്യം ചെയ്താൽ നമുക്ക് 50 കിട്ടും. എന്നിട്ട് ആ 50നെ 125 നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ 50നെ 125 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 75 കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്യുക, ഇതും ചെയ്യുക. എന്നിട്ട് സെയിം റിസൾട്ട് എവിടെയാണോ വരുന്നത് അതുമായി മാച്ച് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എന്ന് വെച്ചാൽ ആൻസർ ഞാൻ അവിടെ കൊടുക്കാം. BCDA. അതായത് എയുടെ ഉത്തരം എന്താ? ബി ആയിരിക്കും. ആണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. 75 ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 75 + 25 ചെയ്താൽ നമുക്ക് 100 കിട്ടും. ആ 125 - 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? which is equal to 25. അപ്പോൾ എയുടെ ഉത്തരം ഏതാണ്? ബി വന്നു. അങ്ങനെ ഇനി ബിയുടെ ഉത്തരം എന്ത് വരും? സി വരും. ദെൻ ഡിയുടെ ഉത്തരം എ വരും. അങ്ങനെയാണോ? ഒരു മിനിറ്റ്. സിയുടെ ഉത്തരം ഡി വരും. ദെൻ ലാസ്റ്റ് വൺ ഡിയുടെ ഉത്തരം എ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സിമ്പിളാണ്. ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ആദ്യം ചെയ്യുക, അത് മാത്രം നോക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് സി ചോദ്യമാണ്. അപ്പോൾ എന്താണ് അടുത്ത ചോദ്യത്തിൽ പറയുന്നത്? നമുക്ക് നോക്കാം. Which among the following denotes the algebraic form of 3 times a number added to 4 times the same number? അപ്പോൾ ഇതിലേതാണ്? Which of the following denotes the algebraic form? അപ്പോൾ ഇതിലേതാണ് algebraic form തരുന്നത് of
3 ടൈംസ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ എക്സ് എന്നെടുത്തു, ആ നമ്പറിൻ്റെ 3 ടൈംസ്, ഓക്കെ, ഒരു നമ്പറിൻ്റെ 3 ടൈംസ്, അത് ഓക്കെ അല്ലേ, അത് ഓക്കെയാണ്. 3 ടൈംസ് ഓഫ് എ 3 times of a number added to 4 times the same number. Added, ഇത് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്? 4 times the same number. അപ്പോൾ 4 times the same number. So ആൻസർ വരിക 4x plus 3x ആണ്. സോ ഇത് വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. എന്താണ് നാലാമത്തെ ചോദ്യം? Write the product of numbers 5 to 10 as the product of the powers of prime numbers. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം നമ്പേഴ്സിൻ്റെ പവറിൽ എഴുതണം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 5 to 10, അതായത് 5 to 10ൻ്റെ ഇടയിൽ ഏതൊക്കെ സംഖ്യയുടെ അത് പ്രോഡക്റ്റ് ചെയ്തിട്ട് എഴുതാം. അതായത് 5 into 6 into 7 into 8 into 9 into 10. ഓക്കെ, ഇനി നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ അടീക്ക് എഴുതാം. 5, 6, 7, 8, 9, 10 ഇതല്ലേ? ഓക്കെ, അപ്പോൾ 5ൻ്റെ പ്രൈം ഫാക്ടർ എന്താണ്? 5 തന്നെയാണ്. 6ൻ്റെ നമുക്ക് എന്ത് എഴുതാം? 2 into 3 ആണ്. 7ൻ്റെ നമുക്ക് ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 കിട്ടോ? ഇല്ല, അപ്പോൾ 7 തന്നെയാണ്. 8ൻ്റെ ആണെങ്കിലോ 2 raised to 3, 2 into 2 into 2 ചെയ്താൽ 8 കിട്ടും. 9ൻ്റെ നമുക്ക് എന്ത് കിട്ടും? 3 into 3, അതായത് 3 raised to 2. 5ൻ്റെ ആണെങ്കിലോ 2 into 5 ചെയ്താൽ 10 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് എന്ത് ചെയ്യാം? ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് എഴുതാം. എന്താണ്? ആദ്യം എന്താ? ചെറിയ സംഖ്യ എഴുതാം. 2. 2ൻ്റെ എത്ര പവേഴ്സ് ഉണ്ട്? ഈ 2ൻ്റെ എത്ര ഉണ്ട്? ഇവിടെ 3 എണ്ണം, 4, 5. അപ്പോൾ 2 raised to 5 into, ഇനി ഏതിൻ്റെ എഴുതാം? 3 എഴുതാം. 3ൻ്റെ ഏതാ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ എത്ര എണ്ണമായി? 3 ആയി. ഇൻറ്റു 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ഇനി ഏതാ? 5 എഴുതാം അല്ലേ? 5ൻ്റെ 1 ഇവിടെ, 2 ഇവിടെ. അപ്പോൾ 5 raised to 2 into ലാസ്റ്റ് നമുക്ക് ഏതാണുള്ളത്? 7 ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 1ൻ്റെ ആൻസർ എഴുതുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the greatest power of 3 that can divide the above product? അപ്പോൾ തന്നിരിക്കുന്ന മേലത്തെ പ്രോഡക്റ്റ്, അതായത് മേലത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്ര? 2 raised to 5 into 3 raised to 2 into 5 raised to 2 into 7. ഇതിനെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 3ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ഏതാണ്? ഏതാണ് ഇതിനെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 3ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത്? 3 raised to, ഇവിടെ 3 raised to 3 ആണ്. അപ്പോൾ ഏതാണ്? 3 raised to 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. സോ ദ ആൻസർ ഈസ് 3 raised to 3. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം എന്താ? How many zeros are there in the end of the product of numbers from 5 to 10? അതായത് 5 to 10ൻ്റെ നമ്പേഴ്സ് ഇല്ലേ, അതിൻ്റെ പ്രോഡക്റ്റിൽ എൻഡിൽ എത്ര സീറോസ് ഉണ്ടാവും? എത്രയാണ് നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത്? 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5, write 72 as the product of the powers of prime number. 72നെ നമ്മൾ എങ്ങനെ എഴുതണം? പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ആയിട്ട് എഴുതണം. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 72നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ എഴുതാം. സെവൻറ്റി ടുവിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 72 which is equal to 2 into, നമ്മളിങ്ങനെ ഇങ്ങനെ 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 ചെയ്യില്ല, അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത് ചെയ്ത് നമുക്ക് 2 into 2 into 3 into 3 എന്ന് കിട്ടും, which is equal to 2 cube
into 3 square. 72 നമുക്ക് എന്ത് കിട്ടും? 2 cube into 3 square. അതായത് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈം നമ്പർ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 3 into 3 square. അപ്പോൾ ഇതെങ്ങനെ കാണുക? ഇത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന വീഡിയോ നല്ല ലെങ്ത് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 72. 72ന്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതാൻ. അതായത് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സംഖ്യകളില്ലേ, നേരത്തെ നമ്മൾ പുറത്ത് വരുന്നതാണ് എഴുതിയത്, ഉള്ളിൽ വരുന്ന സംഖ്യകൾ എഴുതിയാൽ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് 72 കിട്ടും. അത് ഏതൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ വരും എന്ന് വെച്ചാൽ 1, 2, 3, 4, 6, 8, 9, 12, 18, 24, 36, 72. ഇതെങ്ങനെ ചെയ്യാൻ അറിയില്ലേ? 72 ഇടുക, ഇത് 2ൽ പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 7 2ൻ്റെ ടേബിളിൽ ഇല്ല, 6 ഉണ്ട് 3 പ്രാവശ്യം, 6ൽ നിന്ന് 1ക്ക് 7, അപ്പോൾ 12 വരും, 36. ഓക്കെ, ദെൻ 36 എങ്ങനെ? 2 ഇട്ടു, ദെൻ 2 ഇല്ല, 3 ഇല്ല, 2 ഉണ്ട് 1ൽ, ബാക്കി 1, 18, ദെൻ 2, ദെൻ അടുത്ത എത്ര വരിക? 9. 9 ടേബിളിൽ ഇല്ല, പക്ഷെ എന്താണ്? 3ലുണ്ട്, 3 × 9 9 ആണ്. ഓക്കെ, ദെൻ 3 പിന്നെ എത്ര? അങ്ങനെ ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സംഖ്യകളാണ് എന്ത് വരിക? ഫാക്ടേഴ്സ് വരിക. ദെൻ ഇവിടുത്തെ സംഖ്യകളാണ് നമ്മൾ എന്ത് ചെയ്തത്? പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമ്മൾ എഴുതിയത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 8 ഫാക്ടേഴ്സ്? ഇതിൽ 8 ഫാക്ടേഴ്സ് വരുന്നത് ഏതാണ്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച്. അത് എന്താണ് നമുക്ക് കിട്ടുക ആൻസർ? അതായത് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 8 ഫാക്ടേഴ്സ്? 8 ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് ഏതിലാണ് വരിക? സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 22 × 23 ആണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കി നോക്കാം. ആക്ടിവിറ്റി 6 എന്താ? 729 is written as the powers of different numbers. അപ്പോൾ 729 നമുക്ക് എന്താണ്? ഒരുപാട് പവേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് 27 സ്ക്വയർ. അതായത് 27 × 27 ചെയ്താൽ നമുക്ക് 729 കിട്ടും. അപ്പോൾ ബാക്കി ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം? നമുക്ക് എഴുതാം എന്ത്? 729 raised to 1 എന്ന് നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? 3 raised to 6. 3 raised to 6 ചെയ്താൽ എത്ര കിട്ടുക? കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കിയേ. 3 × 6 പ്രാവശ്യം ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 729 കിട്ടുമോ? 3 × 3 × 3 × 3 × 3 729 കിട്ടും. അങ്ങനെ നമുക്ക് വേറെ എന്ത് ചെയ്യാം? 9 × 9 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 729 കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പവേഴ്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് സിംപ്ലിഫൈ 96/128 by writing in exponential. അപ്പോൾ ഇതെന്ത് ചെയ്യണം? എക്സ്പോണൻഷ്യലിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് 96ന് നേരത്തെ പോലെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് 96ന് എങ്ങനെ കിട്ടും? 96 which is equal to 2 raised to 5 × 3 എന്ന് കിട്ടും. അതുപോലെ 128 നമുക്ക് എന്ത് കിട്ടും? 2 raised to 7 എന്നും കിട്ടും. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. അതായത് 96/128 എന്ന് പറഞ്ഞാൽ 2 raised to 5 × 3 divided by 2 raised to 7 ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതും സെയിം അല്ലേ?
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 3 അതേപോലെ ഇട്ടു. ഇതിന് നമ്മൾ ഇങ്ങോട്ട് മേലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2⁵ ഇവിടെ ഇൻറ്റു ആണ്. 2⁵ നമ്മൾ അതുപോലെ ഇട്ടു. ഇത് എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ മേലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക -7 എന്ന് പറയും. കാരണം ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 × 2⁵. 5ന്ന് -7 കുറച്ച് നമുക്ക് -2 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 3 ഈ -2 എന്ന് പറഞ്ഞാൽ എന്താണ്, അടിയിലാണ്, അതായത് സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 3/4. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3/4 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹാഫ് ഓഫ് 4:6? 4⁻6ന്റെ ഹാഫ് എന്താണ്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 4:6 നമുക്ക് എന്ത് എഴുതാം, 2² × 6 എന്ന് എഴുതാം. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യണമെന്ന് അറിയോ, ഇതും കൂടി ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് 2⁻6 × 2 എത്രയാണ്, 12 ആണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ, ഇതിൻ്റെ പകുതിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 4⁻6ന്റെ ഹാഫ് ആണ്, അതായത് 2⁻12/2 ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇതെന്താ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2⁻12 മൈനസ് ഇവിടെ എന്താ ഓൾറെഡി 1 ആണ്. അപ്പോൾ ആ 1 വെച്ച് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും 2⁻11. 2⁻11 ഉണ്ടോ, ഉണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി 7 നോക്കാം. When a tank is filled to its 2/3 part, ഒരു ടാങ്കിന്റെ എന്താ 2/3 ഭാഗം ഫിൽ ചെയ്തു. അതിലെന്താ 1000 liters of water ഉണ്ടാവാം. How much water will be the tank when it becomes full? അങ്ങനെയാണെങ്കിൽ അത് ഫുൾ ആവുമ്പോൾ അതിൽ എത്ര വെള്ളം ഉണ്ടാവും? അതായത് എന്താ 2/3 ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നതാണ് എന്ത്, 1000 ലിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫുൾ ടാങ്ക് ആവുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 1000 ഇൻറ്റു ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ റെസിപ്രോക്കൽ ആവും, 3/2 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 3000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 1500 ലിറ്റർ. Okay, ഇനി എന്താ, a rectangle has an area of 12 1/2 square meters and breadth 1/4 meter. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയാണ്? അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 12(1/2) ആണ്. ഇതിന് നമുക്ക് എന്ത് എഴുതാം, 12 × 2 24 പ്ലസ് 1 25/2 എന്ന് എഴുതാം. ഏരിയ അല്ലേ, സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബ്രെഡ്ത്ത് എന്ത് എഴുതാം, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1/4 ആണ്. ഇതിന് നമുക്ക് 1 × 4 4 + 1 5/4 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ ടു L × B ആണ്. ഇവിടെ ഏരിയ നമുക്കറിയാം, ബ്രെഡ്ത്ത് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ലെങ്ത് ഈസ് ഈക്വൽ ടു A/B. A എന്ന് പറഞ്ഞാൽ 25/2 ഡിവൈഡഡ് ബൈ B എന്ന് പറഞ്ഞാൽ 5/4. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 25/2 × 4/5 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 കിട്ടും, 15 ആണ്. 15/5 വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. 10 മീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/2 ക്യൂബ്. 1/2 ക്യൂബിൻ്റെ ഡെസിമൽ ഫോം. 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1 ഡിവൈഡഡ് ബൈ 2 × 2 × 2, അതായത് എന്ത് വരും, 1/8 വരും. അപ്പോൾ 1/8 എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്, 0.125 ആണ്. ഓക്കെ, ദ ലാസ്റ്റ് ആക്ടിവിറ്റി 8 എന്ന് പറയുന്നത് ഈ പിക്ചർ വരക്കുക.
തന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ ഈ ചിത്രം വരയ്ക്കുക, അത് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മലയാളം മീഡിയം നമ്മൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.